എല്ലാവർക്കും നമസ്കാരം. ഞാൻ സക്കീർ ഹുസൈനാണ്. ഇന്ന് ഒക്ടോബർ 30 വ്യാഴാഴ്ച. നാളത്തെ ഒരു ദിവസത്തോടു കൂടി ഈ ആഴ്ചയിലെ സീരീസ് പൂർണ്ണമാകുന്നു. ഈ ആഴ്ചയിൽ ഒരു സെഷൻ കൂടെ നമുക്ക് ബാക്കി നിൽക്കുന്നു. മാർക്കറ്റ് നമ്മൾ പ്രതീക്ഷിച്ച പോലെ അത്ര മുകളിലേക്ക് വന്നില്ല. ഇന്ന് കംപ്ലീറ്റ്ലി ഒരു സൈഡ് വേ ആയിരുന്നു, ഒരു കൺസോൾട്ടേഷൻ മോഡലായിരുന്നു ഇന്ന് മാർക്കറ്റ്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ US ഫെഡ് പലിശ നിരക്കുകൾ 25 ബേസിസ് പോയിൻ്റ് കുറച്ചു. എന്നിരുന്നാലും ഈ 2025 അവസാന നിരക്ക് കുറയ്ക്കൽ ഇനി ഉണ്ടാകില്ല എന്നുള്ള ഒരു സൂചനയാണ് പവലിൽ നിന്ന് വന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റുകളെല്ലാം തന്നെ, ആഗോള വേൾഡ് മാർക്കറ്റുകളെല്ലാം തന്നെ ഒരു കൺസോൾട്ടേഷൻ മോഡ് തന്നെയായിരുന്നു. മാർക്കറ്റ് വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ജനറൽ ഗ്രൂപ്പിലേക്കാണ് നിങ്ങളെത്തുക. അവിടെ നിന്നും ഞങ്ങളുടെ പ്രീമിയം ഗ്രൂപ്പിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മൾ ഇന്നലെ പറഞ്ഞ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി സപ്പോർട്ട് ലെവലിൽ ഒന്ന് പരിശോധിക്കാം. നമുക്ക് നിഫ്റ്റി ഇന്ന് ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം ഗ്യാപ്പ് ഓപ്പൺ 26,012 ഓപ്പൺ ചെയ്തത്. നമുക്ക് 25,990 നമ്മൾ എൻട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് തൊട്ട് മുകളിൽ ഓപ്പൺ ചെയ്തുകൊണ്ട് തന്നെ പിന്നീട് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ താഴത്തേക്ക് വരികയാണ് ചെയ്തത്. സെക്കൻഡ് ക്യാൻഡിൽ നമ്മുടെ സപ്പോർട്ടിനും താഴെ ഓപ്പൺ ചെയ്തതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇവിടെ നിന്നും ഈ ട്രേഡിംഗ് അറിയുന്ന പലരും ട്രേഡ് എടുത്തിട്ടുണ്ടാവാം. ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് ഇതുവരെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇവിടെ നിന്നും എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരു 90 പോയിൻറ്റിൻ്റെ റാലി ലഭിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 25,990 താഴെ എൻട്രി എടുക്കുകയാണെങ്കിൽ 25,900 സ്ട്രോങ് സപ്പോർട്ടുണ്ട്. നിങ്ങളത് ഒന്ന് കൃത്യമായും സൂക്ഷിക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ 25,845 വരെയൊക്കെ ഇന്ന് മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഫെഡ് പലിശ നിരക്ക് കുറച്ചുകൊണ്ട് തന്നെ US ഡോളറിൻ്റെ മൂല്യം ശക്തിപ്പെട്ടിട്ടുണ്ട്. അത് ഇന്ത്യ ഉൾപ്പെടെയുള്ള വളർന്നു വരുന്ന മാർക്കറ്റുകൾക്ക് റിസ്ക് ഓഫ് സെൻറ്റിമെൻറ്റ്സിന് കാരണമായിട്ടുണ്ട്. മാത്രമല്ല മിക്സഡ് Q2 ഏണിങ്സും FNOയുടെ എക്സ്പയറിയും മാർക്കറ്റിലെ ഒരു സൈഡ് വേക്ക് കാരണമായിട്ടുണ്ട്. അതേസമയം ട്രംപ് ഷീ ട്രേഡിംഗ് ഡീലുകളിൽ ഇൻവെസ്റ്റർമാർ അല്ലെങ്കിൽ ട്രേഡർമാർ ജാഗ്രത പാലിക്കുന്നതും ഒരു കാരണമാണ്. ഇപ്പോൾ നമ്മൾ നിഫ്റ്റിയുടെ കാര്യമാണ് സംസാരിച്ചത്. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലും നോക്കൂ, 58,155 താഴെയാണ് നമ്മൾ എൻട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഫസ്റ്റ് ഇവിടെ തന്നെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സെക്കൻഡ് ക്യാൻഡിൽ നമുക്ക് മുകളിലേക്ക് പോയതുകൊണ്ട് തന്നെ ഒരു കൺഫർമേഷൻ കിട്ടിയില്ല. ലാസ്റ്റ് ഇവിടെ നിന്നാണ്. ഒരു പക്ഷേ ഈ ലാസ്റ്റ് ടൈമിലായതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ആരും ട്രേഡ് ചെയ്തിരിക്കാൻ സാധ്യമല്ല. അങ്ങനെ അഥവാ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ചെറിയ ഒരു പ്രോഫിറ്റിൽ ഇറങ്ങേണ്ടി വന്നിട്ടുണ്ടാകും. കേവലം ഒരു 100 പോയിൻ്റ് ഇൻഡെക്സിലാണ് റാലി നടത്തിയിരിക്കുന്നത്. ഓക്കെ, നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 26,050, 26,100 എന്നുള്ള ഈ ഒരു പ്രധാന ഏരിയ, ഇതിന് മുകളിൽ പിടിച്ചു നിൽക്കാൻ നിഫ്റ്റി വളരെയധികം പാടുപെടുകയാണ് ചെയ്യുന്നത്. ഇനി അവർലി ചാർട്ടിലേക്ക് വരികയാണെങ്കിൽ സ്ലൈറ്റ്ലി ഒരു ഡബിൾ ടോപ്പ് ഫോം ആയിട്ടുണ്ട് എന്നുള്ളതും താഴത്തേക്ക് വരാനുള്ള സൂചനകൾ നൽകുകയുണ്ടായി. ഇത് 26,100 നിന്ന് മുകളിലേക്ക് പോകുന്നതിനുള്ള നിഫ്റ്റിയുടെ ഒരു മടി അല്ലെങ്കിൽ താഴത്തേക്ക് വരാനുള്ള ഒരു ടെൻഡൻസി എന്നുള്ളത് നമുക്ക് അനുമാനിക്കാം. അതേസമയം ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് 25,900 എന്നുള്ളൊരു സോണ് ഇവിടെ കുറച്ച് നേരം കൺസോൾട്ടേഷൻ ആയിട്ടുണ്ട്. അവിടെ കുറച്ച് നേരം പിടിച്ചു നിന്നു. ഇപ്പോൾ 15 മിനിറ്റ്സിലേക്ക് വന്നാൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. നോക്കൂ, ഇവിടെ നോക്കൂ, ഇത്രയും നേരം 25,900 എന്നുള്ള ഈ ഒരു സപ്പോർട്ടിനെ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് നിന്നു. അതിനുശേഷം അല്പം താഴത്തേക്ക് വന്നെങ്കിലും 25,800, 25,850 ഈ ഒരു റേഞ്ച് സ്ട്രോങ് സപ്പോർട്ട് തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് ഇന്നത്തെ ഡേയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതിനു മുമ്പത്തെ ഹൈ ആൻഡ് ലോ സോണുകളും 25,660 ചുറ്റുമുള്ള മുൻപ് നടന്ന ബ്രേക്കൗട്ട് സോണുമായി പൊരുത്തപ്പെടുന്നുണ്ട്. 25,900 മുകളിൽ ഒരു നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 26,050, 26,100 വീണ്ടും തിരിച്ചു പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. കുറച്ച് ഒരു നെക്സ്റ്റ് വീക്കൊക്കെ അത് സംഭവിക്കാം. ഇന്ന് നിഫ്റ്റി 176 പോയിൻ്റ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 25,878 അതുപോലെ ബാങ്ക് നിഫ്റ്റി 354 പോയിൻ്റ്
നെഗറ്റീവിൽ 58,031 സെൻസെക്സ് 592 പോയിൻറ്റ് സ്ലൈറ്റ്ലി താഴത്തേക്ക് വരികയാണ് ചെയ്തത്. 592 പോയിൻറ്റ് നെഗറ്റീവിൽ 84,404 ക്ലോസ് ചെയ്തു. ബ്രോഡർ മാർക്കറ്റിലേക്ക് വരുമ്പോൾ നിഫ്റ്റി മിഡ് ക്യാപ്പ് അതുപോലെ തന്നെ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് സ്ലൈറ്റ്ലി ചെറിയ തോതിലാണ് ഇടിഞ്ഞിരിക്കുന്നത്. നിഫ്റ്റി എനർജി ഒഴികെയുള്ള സെക്ടറൽ ഇൻഡെക്സുകളെല്ലാം തന്നെ ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസ് 0.7% ഇടിഞ്ഞിട്ടുണ്ട്. തൊട്ട് പിന്നാലെ IT, ഓട്ടോ, മെറ്റൽ, ഫാർമ, ബാങ്ക്, ഓയിൽ ആൻഡ് ഗ്യാസ് എന്നിവയും റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് സ്റ്റോക്കുകളിൽ ഭാരതി എയർടെൽ, പവർ ഗ്രിഡ്, ടെക് മഹീന്ദ്ര, ഇൻഫോസിസ്, ബജാജ് ഫിനാൻസ് എന്നിവയാണ് ഇന്ന് ഏറ്റവും പിന്നിലായത്. L&T, ഭാരത് ഇലക്ട്രോണിക്സ്, അൾട്രാടെക് സിമൻറ്റ്, മാരുതി സുസുക്കി, അദാനി പോർട്സ് എന്നിവയാണ് ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്ത സ്റ്റോക്കുകൾ. ഓക്കെ, നമുക്കിനി നാളെ ഇൻട്രാഡേ ലെവലിൽ ട്രേഡ് ചെയ്യാനായിട്ട് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകളൊന്നും വാച്ച് ചെയ്യാം. നാളെ ഫ്രൈഡേ ആണ്, പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യേണ്ട ഒരു ഡേ ആണ്. ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ വളരെയധികം ബഹുമാനത്തോടു കൂടി ഇരിക്കണം. ഓക്കെ, നാളെ നമുക്ക് സപ്പോർട്ടായിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ 57,940 ഈ ഒരു സോണിന് താഴെ വരികയാണെങ്കിൽ എൻട്രി എടുത്ത് പോകാവുന്നതാണ്. അതേസമയം റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് 58,220. ഓക്കെ, ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ നമുക്ക് ബാങ്ക് നിഫ്റ്റി നാളെ വാച്ച് ചെയ്യാവുന്നതാണ്. നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് സപ്പോർട്ടായിട്ട് നാളെ ഈ ഒരു സോൺ 25,800 താഴെ എടുത്താൽ മതി. അതേസമയം റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് ഈ ഒരു സോൺ വാച്ച് ചെയ്യാം 25,950. ഓക്കെ, ഇതിന് മുകളിൽ എൻട്രി എടുത്താൽ മതിയാവും. ഈ രണ്ട് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ നിങ്ങൾ നാളെ നിഫ്റ്റിയിലും വാച്ച് ചെയ്യാം. ഈ രണ്ട് ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്ത് നാളെ ഈ പറയുന്ന സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻട്രി എടുത്ത് പോകാം. കൃത്യമായ സ്റ്റോപ്പ് ലോസോടുകൂടി ട്രേഡിംഗ് പരിശീലിക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.